It was removed following a copyright removal request by Vivek Babu. അപ്പൊ നിനക്കെന്നെ പേടിയാണ് അല്ലേടാ? എടാ ഞാനൂര് പോലത്തവരെടാ, നാണം കെട്ടവനെ, സ്വന്തയില്ലാത്തവനെ, അങ്ങനെ തന്നെ നിന്നെയൊക്കെ പറയാം. എടാ നിനക്കൊക്കെ ഉറപ്പുണ്ടോടാ? ആദ്യം ഉറപ്പുണ്ടോ നീ ചെക്ക് ചെയ്യും. ഞാൻ ഒരു പ്രത്യേക വീഡിയോ എടുക്കാനാണ് വന്നത്. ഞാൻ കുറച്ച് പറയണ്ടെന്നൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രേണുസുതി ആൻഡ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുള്ള ഫൈറ്റ് തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ. രേണുസുതി 10 പറയും, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ 10 പറയും. സ്വാഭാവികം. ഇപ്പം രേണുസുതി ചെയ്ത ആ ഒരു വീഡിയോ നമ്മുടെ വിവി പുള്ളി അത് സ്ട്രൈക്ക് കൊടുത്ത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. വൈ അറിഞ്ഞുകൂടാ. കാരണം എന്തോ ആവട്ടെ, അത് ചെയ്തത് എന്തിനെന്നുള്ളൊരു ചോദിച്ചിട്ടാണ്. കാരണം അവരും ഇവരും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്യുന്നവരാണ്. ഇവരെ പറ്റി മോശം പറഞ്ഞിട്ടുണ്ട്, തിരിച്ചും അതെ. സോ അതിൽ ഒരു സ്ട്രൈക്ക് കൊടുക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്തായാലും ബാക്കി വീഡിയോ കാണാം. ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ക്ഷീണിച്ച് വന്നിരിക്കുക. പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാൻ ഈ മിനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടായിരുന്നു എന്റെ വ്ളോഗ്, എന്റെ യൂട്യൂബിൽ. എന്നെ മിണ്ടാതിരുന്ന പട്ടിയുടെ വായിക്കകത്ത് കോലിട്ട് കുത്തി പറയുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ മര്യാദയ്ക്ക് മിണ്ടാതെ ഇവന്മാരുടെ എല്ലാം കേട്ടോണ്ട് എന്നെ വിട്ടിട്ട് ഒരു 200-300 വീഡിയോസ് എടുത്ത് ഇവന്മാരുടെ ഒക്കെ എന്ത് കേട്ട് ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു. അപ്പൊ നിനക്കൊക്കെ പേടി വന്നല്ലേ മറ്റേ മഞ്ഞത്തൊപ്പിക്കാര. പിന്നെ ഞാൻ വെറുതെ വിടാന്ന് വെച്ചതായിരുന്നു. പക്ഷെ വേണ്ട, ശരിയായിട്ട് നീ എന്റെ യൂട്യൂബ് ചാനലിൽ നീ റിപ്പോർട്ട് അടിച്ചു. അത് ശരിയാ, റിപ്പോർട്ട് അടിച്ചു. അതിനാ റിപ്പോർട്ട് അടിച്ചെന്തിനാ? വിവി എന്തിനേയും പേടിക്കുന്നുണ്ടോ? അതോ വിവിനെ പറ്റി അസഭ്യം പറഞ്ഞതിൻ്റെ പേരിലാണോ? മേ ബി അതായിരിക്കാം. ഞാനിപ്പോഴും പറയുന്നു, എല്ലാവരും ഒരുപോലെ ചിന്തിക്കണം എന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന പലരും അവർ മീൻ ചെയ്യുന്ന ടേംസ് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ചില ടേംസ് അല്ലെങ്കിൽ ചില ഡയലോഗ്സ് അവരത് കീപ്പ് ചെയ്യാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യം. കാരണം ഒരുപോലെ സ്റ്റേബിളായിട്ട് സംസാരിച്ച് പോവുക, മാന്യമായിട്ട് സംസാരിച്ച് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ. എന്തോ മുൻകൂട്ടി എല്ലാം വൈരാഗ്യമൊക്കെ ഉള്ള പോലെയാണ് ചില ആൾക്കാർ സംസാരിക്കുന്ന രീതി കേട്ട് കഴിഞ്ഞാൽ. പക്കാ തെറി പറയുക, വീട്ടിലാരെ ചീത്ത വിളിക്കുക. ഇപ്പം രേണുസുതി ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അവരെന്തും ചെയ്തോട്ടെ, അവർ ചെയ്തതിനൊക്കെ മാന്യമായിട്ടുള്ള റിപ്ലൈ കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒന്നാമത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ക്ഷീണത്തോടെ വന്നതാണ്. ആ ക്ഷീണം നിൽക്കെ സംസാരിക്കുന്ന കാര്യത്തിന് കുറച്ചും കൂടി വ്യക്തത വേണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു കണ്ടന്റ് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ സ്ട്രൈക്ക് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് സ്ട്രൈക്ക് കൊടുക്കാം. അയാൾ ഒരുപാട്, നിങ്ങൾ തന്നെ പറഞ്ഞു, ഒരുപാട് 200-300 വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ സ്ട്രൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഓപ്ഷൻ ഉണ്ടല്ലോ. നീയൊക്കെ എന്നെ വിട്ടിട്ട് പല തമ്മിക്കുണ്ടായ കാര്യം കാണിച്ച നാറികളാണ് നീയൊക്കെ, മനസ്സിലായല്ലോ? നീക്ക് എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു വീഡിയോ നിനക്കെതിരെ ഒരെണ്ണം ഇട്ടപ്പോ തന്നെ നീ അത് റിമൂവ് ചെയ്ത്. എടാ ഇന്ന് വരെ നിന്റെ വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടോ? ഞാൻ മര്യാദയ്ക്ക് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പം നീ അത് റിമൂവ് ചെയ്തേക്കുന്നു. അപ്പൊ നിനക്ക് പേടി തോന്നിയല്ലേ? ഞാൻ പെണ്ണാണെങ്കിൽ ഞാൻ ഇത് എടുത്തിരിക്കും. എടാ മോനെ വിവേക് ബാബു, എടാ പൊന്നു മോനെ മഞ്ഞത്തൊപ്പിക്കാരാ, വെയിറ്റ് ആൻഡ് സീ. ഇതുണ്ടാക്കിയവരെ നിനക്കറിയാലോ, നോക്കടാ. അവൻ എന്നെ ആങ്കറിനെ അടിച്ചു പൊട്ടിക്കാൻ വരുന്നല്ലേ? നീ നോക്ക്, ഗർഭവാക്കിയ കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സത്യം ഇത് നിന്റെ കൂട്ടുകാരനെ കണ്ണാടി വെച്ച 2 ഉണ്ടക്കണ്ണുള്ള അവൻ തന്നെയല്ലേ ഇട്ടേക്കുന്നത് അതുല്. അപ്പൊ ഇതുണ്ടാക്കിയവനെ നിനക്ക് അടിക്കണ്ട. എന്നെയും കേട്ടോണ്ടിരുന്ന എന്നെയും ആങ്കറിനെ മാത്രം. സ്ട്രൈക്ക് കൊടുക്കാത്ത പക്ഷം, സ്ട്രൈക്ക് കൊടുക്കാതെ നിങ്ങൾ അവരെ വിളിക്കുന്ന അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന രീതി എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്ന രീതി എന്ന് പറയുന്നത്, അത് യോജിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ആരാണെങ്കിലും, അത് അവരാണെങ്കിലും ഇവരാണെങ്കിലും ആരാണെങ്കിലും സോഷ്യൽ മീഡിയ വന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, വേർഡ്സ്, അത് കീപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങളും ആലോചിക്കേണ്ട കാര്യമാണ്. വിറ്റ് കാശുണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഓരോ ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യും. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, നിങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോയും ഓരോ ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യുന്നു. അവർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ളതും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരോട് കണ്ടന്റ് കൊടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ വിവി ഒരു സാധനം നിങ്ങളിട്ടു, അത് വിവി എന്ത് ചെയ്തു? സ്ട്രൈക്ക് കൊടുത്തു, അത് ഒഴിവാക്കി. നിങ്ങൾക്കും അതുപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ചെയ്തൂടെ? ഇവന്മാർ ചെയ്യുന്നുണ്ട് 200-300 വീഡിയോ എന്നെ പറ്റി ജീവിച്ചു എന്ന് പറയുന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് ജീവിപ്പിക്കാതിരിക്കാറ്. നിങ്ങളെക്കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്, നിങ്ങളെക്കുറിച്ചാണ് അവർ വേണ്ടാതിനം പറയുന്നത്. സോ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ സ്ട്രൈക്ക് കൊടുത്തൂടെ? നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പോൾ നിങ്ങൾക്ക് അത് ഓക്കെയാണ്,
കാരണം അവർ എന്നെ പറയുന്നതിലോ അല്ലെങ്കിൽ അവരെന്നെ കുറിച്ച് മോശം പറയുന്നതിലോ എൻ്റെ കിച്ചുവിനെ കുറിച്ച് മോശം പറയുന്നതോ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇതുപോലുള്ള തംബ്നെയിൽ കൊടുക്കുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ ആ തംബ്നെയിൽ കൊടുക്കുന്ന വീഡിയോസിന് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യാം. നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾ അപ്പോഴും അത് കണ്ടു നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടു നിൽക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. കണ്ടില്ല, ഒരു വീഡിയോ അവർക്ക് നെഗറ്റീവായിട്ട് ഇട്ട സമയത്ത് അവരെന്ത് ചെയ്തു, അത് ഓൺ ദ സ്പോട്ട് അവർ സ്ട്രൈക്ക് ചെയ്തു, അത് റിമൂവ് ചെയ്തു. സോ അതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു, നിങ്ങളത് ചെയ്തില്ല എന്നുള്ളതാണ്. പിന്നെ സോഷ്യൽ മീഡിയേൻ്റെ കാര്യത്തിൽ എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതും ചെയ്യാത്തതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്, വിഷയമുള്ള കാര്യമാണ്. പക്ഷേ മാന്യമായിട്ടുള്ള ഭാഷയിൽ പറയാം. പിന്നെ രണ്ട് തന്തയ്ക്ക് പിറന്നു, അങ്ങനത്തെ വൃത്തികെട്ട രീതിയിലുള്ള വർത്താനം വീട്ടുകാരെ പറയാം, ഇതൊക്കെ ഒഴിവാക്കിക്കൂടെ? ഞാൻ പറയില്ലേ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തിടുന്നു അതിനെയാണ് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രൈവസി നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രൈവസി സോഷ്യൽ മീഡിയയിലാക്കി കഴിഞ്ഞാൽ ആ പ്രൈവസി യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അത് യൂസ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങൾ കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങളിത് നേരിട്ടേ പറ്റുള്ളൂ. അതല്ല, നേരിടാൻ പറ്റില്ലെങ്കിൽ, ഇതൊക്കെ ചെയ്യുന്നത് മോശമെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ തിരിച്ചത് പിടിച്ചിട്ട് സ്ട്രൈക്ക് കൊടുക്കുക, ഇതുപോലെ റിമൂവ് ചെയ്യുക. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ സോഷ്യൽ മീഡിയനെ സംബന്ധിച്ച് പല ആൾക്കാർക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് കൊടുത്തത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ വീഡിയോസ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ട്രൈക്ക് കൊടുത്ത് ഒഴിവാക്കാം. സോ ബൈ.